നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം രണ്ട് മിടുക്കി കുട്ടികളുണ്ടായിരുന്നല്ലോ കഥ കേൾക്കാൻ. അവരിന്നും കഥ കേൾക്കാനായി ആകാംക്ഷയോടെ വന്നിരിക്കുന്നുണ്ട്. ഇതാ അങ്കളെ ബാക്കി കഥ പറഞ്ഞുതരോ? ശരി, നമുക്ക് കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയ ജ്ഞാനശീലൻ എന്ന കഥയിലേക്ക് കടക്കാം. ഈ ജ്ഞാനശീലൻ എന്ന ആള് യഥാർത്ഥത്തിൽ ഒരു സന്യാസിയൊന്നുമല്ല. അയാളൊരു കള്ളനാണ്. കള്ളത്തരം കാണിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാള്. ആ ഇടയ്ക്ക് അയാൾക്ക് ഒരു വിശിഷ്ട ശക്തിയുള്ള മന്ത്രത്തെക്കുറിച്ച് അറിവ് കിട്ടി. ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമങ്ങൾ ചെയ്യുകയും ബലി അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള കഴിവ് കിട്ടും, ശക്തി കിട്ടുമെന്നാണ് അദ്ദേഹത്തിന് വിശ്വാസം. അത് പ്രകാരം അയാൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ ജ്ഞാനശീലൻ ഇങ്ങനെ സന്യാസി വേഷമൊക്കെ ധരിച്ച് ഓരോ രാജ്യത്ത് ചെന്ന് അവിടുത്തെ രാജാക്കന്മാരോട് നുണ പറയും, കളവ് പറയും. ഞാൻ ചെയ്യുന്നൊരു ഹോമത്തിൽ അങ്ങ് പങ്കെടുക്കണം, അത് ഈ രാജ്യത്തിന് ഏറ്റവും ശ്രേയസ്കരമായിരിക്കും, ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഡെവലപ്മെന്റിന് ഭയങ്കര ഗുണം ചെയ്യും, അങ്ങക്ക് ലോകം മുഴുവനുമുള്ള കീർത്തിയും പ്രശസ്തിയും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് രാജാക്കന്മാരെ വശീകരിച്ചുകൊണ്ട് അയാള് ഈ ജ്ഞാനശീലൻ രാജാവിനെ ഒരു ദിവസം രാത്രി അയാൾ ഹോമം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഹോമത്തിനിടയിൽ ഹോമം കഴിഞ്ഞു സാഷ്ടാംഗം നമസ്കരിക്കാൻ പറയും. നമ്മൾ നമസ്കരിക്കില്ല അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാല്. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് ജ്ഞാനശീലൻ എന്ത് ചെയ്യുന്നറിയോ? അയാളെ തല വെട്ടിക്കളയും. ആ രാജാവിന്റെ തല വെട്ടി ആ ഹോമകുണ്ടത്തിലിട്ട് അഗ്നിക്ക് ഇരയാക്കും, ഹോമം ചെയ്യും. അങ്ങനെ 1000 രാജാക്കന്മാരുടെ തല വെട്ടി ഹോമം ചെയ്തു കഴിഞ്ഞാലാണ് ഈ മന്ത്രത്തിന്റെ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു വലിയ ചക്രവർത്തിയായി മാറാൻ പറ്റുള്ളൂ എന്നാണ് ആ മന്ത്രത്തിന്റെ പ്രത്യേകത. ദുഷ്ടനായിട്ടുള്ള ഈ ജ്ഞാനശീലൻ ഓരോ രാജ്യത്ത് ചെന്ന് ഓരോ രാജാക്കന്മാരെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് വശീകരിച്ച് ആൾക്ക് ഭയങ്കര വാക്സാമർത്ഥ്യമാണ്. അങ്ങനെ വേണമെങ്കിൽ ആൾക്കാരെ മയക്കിയെടുക്കും. അങ്ങനെ അവരെ മയക്കിയെടുത്ത് ഇയാൾ യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് യാഗഭൂമിയിൽ വെച്ച് അവരുടെ തല വെട്ടി ഹോമം ചെയ്യും. അങ്ങനെ 999 രാജാക്കന്മാരുടെ തല അയാൾ വെട്ടിക്കളഞ്ഞു. 1000ാമത്തെ തലയായിട്ട് അയാൾ തെരഞ്ഞെടുത്തത് നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിനെയാണ്. കാരണം ലോകം മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തിയായിട്ടാണ് വിക്രമാദിത്യൻ അറിയപ്പെടുന്നത്. അയാളെ തന്നെ അവസാനമായിട്ട് ഹോമിച്ചു കഴിഞ്ഞാല് പിന്നെ വേറെ ആരുമില്ലല്ലോ ലോകം കീഴടക്കാനായിട്ട്. എളുപ്പമല്ലേ? ഇതായിരുന്നു ജ്ഞാനശീലന്റെ ബുദ്ധി. അങ്ങനെ വിക്രമാദിത്യനെ ഈ യാഗശാലയിലേക്ക് അയാൾ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നു. ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള വിക്രമാദിത്യന് വരെ വരേണ്ടി വന്നു. പക്ഷേ വിക്രമാദിത്യന്റെ മനസ്സിൽ അപ്പോഴേ ഒരു സംശയം തോന്നിയിരുന്നു. ഈ ജ്ഞാനശീലന്റെ ഹോമത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് അത് കണ്ടുപിടിക്കണം എന്ന് വിക്രമാദിത്യന് അന്ന് തന്നെ തോന്നിയിരുന്നു. വിക്രമാദിത്യൻ ഈ ജ്ഞാനശീലന്റെ യാഗശാലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ? ഒരു കാട്ടിനുള്ളില്, കുറച്ചകലെ ഒരു കാട്ടിനുള്ളില് ഒരു മുള്ളുമരുക്ക് മരത്തിന്റെ അവിടെ ഒരു ജഡം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ ജഡം എന്ന് പറഞ്ഞാൽ മൃതശരീരം, അത് പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഈ യാഗ അഗ്നിയിൽ സമർപ്പിക്കണം എന്നാണ് ആവശ്യം. ആരായിരുന്നു ആ തൂങ്ങിക്കിടക്കുന്ന ജഡം? നമ്മുടെ വേതാളം. ആ വേതാളത്തിനെയാണ് വിക്രമാദിത്യൻ ഇങ്ങനെ ഓരോ തവണയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് വേതാളത്തിന്റെ കഥകൾ മുഴുവൻ കേട്ടത്. അങ്ങനെ അവസാനത്തെ കഥയ്ക്ക് വിക്രമാദിത്യന് ഉത്തരം പറയാൻ പറ്റാതായപ്പോ വേതാളം പറഞ്ഞു, മഹാരാജൻ, അങ്ങ് യഥാർത്ഥത്തിൽ ചക്രവർത്തിയായിട്ടുള്ള വിക്രമാദിത്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യഥാർത്ഥത്തിൽ വേതാളം ആയതാണ്, പരമശിവന്റെ ശാപം കാരണം ഞാൻ വേതാളമായതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ തവണത്തെ കഥയിൽ കേട്ടത്. വേതാളമായി മാറിയതാണ്. അങ്ങനെ എനിക്ക് വേതാളത്തിന്റെ ഈ ജന്മത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാനായിട്ടുള്ള സമയമായി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോഴാണ് വിക്രമാദിത്യനോട് ജ്ഞാനശീലൻ ആരാണെന്നുള്ള കഥ വേതാളം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അതുകൊണ്ട് മഹാരാജൻ അങ്ങ് സൂക്ഷിക്കണം. ഈ ജ്ഞാനശീലൻ യഥാർത്ഥത്തിൽ ഒരു സന്യാസിയൊന്നുമല്ല, അയാൾ കള്ളനാണ്. അയാളുടെ ഉദ്ദേശം ലോകം മുഴുവനും കീഴടക്കി ഭരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 1000 രാജാക്കന്മാരെയാണ് ബലി കൊടുക്കാൻ പോകുന്നത്. 999 രാജാക്കന്മാരെയും ബലി കൊടുത്തു കഴിഞ്ഞു. 1000ാമത്തെ ആളായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങയുടെ തലയാണ്. പക്ഷേ ഈ ജ്ഞാനശീലന്റെ ഈ കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വിക്രമാദിത്യൻ ഇത് കേട്ടപ്പോൾ തന്നെ ആകെ അത്ഭുതമായി. ചോദിച്ചു, എന്താണ് രക്ഷപ്പെടാനുള്ള വഴി? അവിടെ കൊണ്ടുപോയി എൻ്റെ
മൃതശരീരം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് മോചിതനാവും. ഞാൻ ആകാശത്ത് ഉണ്ടാവും. വേതാളമാണല്ലോ, രൂപമില്ലല്ലോ, ഞാൻ ആകാശത്ത് തന്നെ ഉണ്ടാവും. ബലിപൂജകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങയോട് പോയി കുളിച്ച് വൃത്തിയായി വരാൻ പറയും. സന്യാസി പറയും. അങ്ങ് കുളിച്ച് വൃത്തിയായി വന്നു കഴിഞ്ഞാൽ പറയും, അങ്ങ് സാഷ്ടാംഗം നമസ്കരിക്കുക. ഹോമങ്ങളൊക്കെ കഴിഞ്ഞു, അങ്ങയുടെ രാജ്യത്ത് എല്ലാ അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് പിന്നെ ഈ ഹോമകുണ്ടത്തിന് നേരെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറയും. അങ്ങനെ നമസ്കരിക്കാൻ പറയുമ്പോൾ അങ്ങ് തിരിച്ചൊരു കാര്യം പറയണം. വിക്രമാദിത്യൻ ആരാണ്? ചക്രവർത്തിയാണ്. അപ്പൊ മറ്റു രാജാക്കന്മാരും സാമന്തന്മാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചക്രവർത്തിയുടെ മുമ്പിലാണ് സാഷ്ടാംഗം നമസ്കരിക്കുള്ളൂ. അല്ലാണ്ട് ചക്രവർത്തി ആരുടെ മുമ്പിലും നമസ്കരിക്കില്ല. അപ്പൊ അത് തന്നെ അങ്ങോട്ട് പറയണം, എനിക്ക് സാഷ്ടാംഗം നമസ്കരിക്കാൻ അറിയില്ല, അതുകൊണ്ട് എങ്ങനെ നമസ്കരിക്കണം എന്ന് എന്നോട് കാണിച്ചു തരാം. ഇയാളുടെ പരിപാടി, നമ്മുടെ ജ്ഞാനശീലന്റെ പരിപാടി എന്താ? വിക്രമാദിത്യ ചക്രവർത്തി സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ വാളെടുത്ത് ചക്രവർത്തിയുടെ തല വെട്ടിക്കളയാന്നുള്ളതാണ് അയാളുടെ പരിപാടി. അതേ പരിപാടിനെ തിരിച്ചുപയോഗിക്കുക. എനിക്ക് സാഷ്ടാംഗം നമസ്കരിക്കണം എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞാൻ ചക്രവർത്തിയാണ്. ഇന്ന് വരെ ഞാൻ ആരുടെ മുമ്പിലും സാഷ്ടാംഗം നമസ്കരിച്ച് പരിചയമില്ല. അതുകൊണ്ട് എങ്ങനെ നമസ്കരിക്കണം എന്ന് എനിക്കറിയില്ല. അങ്ങൊന്ന് കാണിച്ചു തരിക. അങ്ങ് വലിയല്ലോ, പ്രശസ്തനായിട്ടുള്ള സന്യാസിയാണല്ലോ, അതുകൊണ്ട് എങ്ങനെ നമസ്കരിക്കണം എന്ന് എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറയും. അപ്പൊ എത്രയും പെട്ടെന്ന് ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഉത്സാഹത്തിൽ നിൽക്കുക എല്ലാവരും. ജ്ഞാനശീലൻ ഉടനെ സംഭവിച്ചു. അങ്ങേർക്ക് ചക്രവർത്തിയുടെ കള്ളത്തരം മനസ്സിലായില്ല. ജ്ഞാനശീലൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കണ പോലെ അഭിനയിച്ചു കാണിച്ചു. ആ നിമിഷത്തില് വിക്രമാദിത്യൻ എന്ത് ചെയ്തു? സ്വന്തം വാള് ഉറയുന്നൂരി ഒരൊറ്റ വെട്ടിന് ജ്ഞാനശീലന്റെ തല വെട്ടിക്കളഞ്ഞു. അങ്ങനെ ജ്ഞാനശീലനെ തന്നെ ആ ഇതിനുള്ളിൽ ഹോമിച്ചു. അതോടുകൂടി അയാളുടെ തന്ത്രം എല്ലാം പൊളിഞ്ഞില്ലേ? ആ കള്ള സന്യാസി അതോടെ ചത്തുപോയില്ലേ? ഉടനെ വേതാളം പ്രത്യക്ഷപ്പെട്ടു. വേതാളം പ്രത്യക്ഷപ്പെട്ടിട്ട് വിക്രമാദിത്യനെ പൂക്കൾ കൊണ്ട് പൂജിച്ചിട്ട് പറഞ്ഞു, ഇനി ലോകത്തിൽ ഒരു ശക്തിക്കും വിക്രമാദിത്യ രാജാവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്, അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി അങ്ങക്ക് 2000 വർഷത്തെ ആയുസ്സുണ്ട്. ആ കാലഘട്ടം മുഴുവനും അങ്ങയുടെ കൂടെ തന്നെ അങ്ങയുടെ വാഹനമായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് മഹാകാളി, ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാരണം വിക്രമാദിത്യൻ ചെയ്ത പ്രവൃത്തി വലിയ ഉപകാരം. ലോകത്ത് ഇങ്ങനെ ഒരു കള്ളസന്യാസി ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താവും? അപ്പോ മഹാകാളി അത് വിക്രമാദിത്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, രാജാ വിക്രമാദിത്യ, നീ ചെയ്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. ഇതുപോലൊരു ദുഷ്ടനായ ഒരാളെ കൊല്ലാൻ ആർക്കും പറ്റിയിട്ടില്ല, നിനക്ക് സാധിച്ചു. അതുകൊണ്ട് എന്ത് വരം വേണേ ചോദിച്ചോളൂ, ഞാൻ തരാം. നിന്റെ രാജ്യത്തിന് എല്ലാ അഭിവൃദ്ധിയും 2000 വർഷം നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം ചോദിച്ചു, ഇനി എന്ത് വരാ വേണ്ടത്? നിനക്ക് ആഗ്രഹമുള്ളൊരു വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രമാദിത്യൻ പറഞ്ഞു, എന്റെ രാജ്യത്തെ ജനങ്ങള് 2000 വർഷം സുഖലോലുപരായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പര ഒരു രാജാവിന് എന്താ സന്തോഷമുള്ളത്? എനിക്കത് തന്നെ വലിയൊരു വരമാണ്. പക്ഷെ ഒരാഗ്രഹമുണ്ട്, ഈ ദുഷ്ടനായിട്ടുള്ള സന്യാസി 999 രാജാക്കന്മാരെയാണ് പറ്റിച്ച് കൊന്നുകളഞ്ഞത്. അവരെയൊക്കെ പുനരുജ്ജീവിപ്പിക്കണം. അവരൊക്കെ യഥാർത്ഥത്തിൽ പറ്റിച്ച് കൊന്നതല്ലേ, അതുകൊണ്ട് അവരെയൊക്കെ പുനരുജ്ജീവിപ്പിക്കണം. അവർക്കൊക്കെ തിരിച്ച് ജീവൻ കൊടുത്ത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കണം. മഹാകാളിക്ക് സന്തോഷമായി. മഹാകാളി അപ്പൊ തന്നെ ഹോമം മന്ത്രമൊക്കെ ചൊല്ലി ആ ഹോമകുണ്ടത്തിൽ നിന്ന് ആ നേരത്തെ കൊല്ലപ്പെട്ട രാജാക്കന്മാരെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചു. അവരെയൊക്കെ അവരവരുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വിക്രമാദിത്യൻ വീണ്ടും ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാചക്രവർത്തിയായി തന്റെ ഉജ്ജയിനിയിലെ തന്റെ സിംഹാസനത്തിൽ വീണ്ടും രാജ്യഭരണം തുടങ്ങി. ഇതാണ് ഇന്നത്തെ കഥ. ഇഷ്ടായോ? ഇഷ്ടായി. ഓക്കെ, നമുക്ക് ഇനിയും ഇതുപോലത്തെ വിക്രമാദിത്യന്റെ കഥകൾ ഇനിയും തുടരുന്നുണ്ട്. വേതാളം വിക്രമാദിത്യന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് സാരോപദേശമായ രസകരമായിട്ടുള്ള പല കഥകളും വിക്രമാദിത്യന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. വിക്രമാദിത്യന്റെ ബോറടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രസം കൊടുക്കാനായിട്ട് ധാരാളം കഥകൾ പറയുണ്ടായി. അങ്ങനത്തെ കഥകൾ ഇനിയും നമുക്ക് തുടരാം. അടുത്ത തവണ പുതിയ കഥയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിക്രമാദിത്യൻ കഥകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നോടൊപ്പം ഈ കൊച്ചു കൂട്ടുകാരോടൊപ്പം ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദകരമായി അനുഭവപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.